മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തിയിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ആരുടെയും വ്യക്തിവിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദേശം രാഷ്ട്രീയപരമെന്ന് പറയാനാകില്ല എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇക്കാര്യത്തിൽ കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുള്ള നിലപാട് എന്താണ്? സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങൾ. ഡേറ്റ ചോർത്തി എന്നുള്ളതിലാണ് കോടതിയുടെ കഴിഞ്ഞ ദിവസം നടപടിയുണ്ടായത്. തൽക്കാലം ആ നടപടി നിർത്തിവെക്കാനുള്ള കോടതിയുടെ തീരുമാനം അതിപ്പോഴും തുടരുകയാണ്, ആ വിലക്ക്. പക്ഷേ കോടതിയിൽ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആരുടെയും വ്യക്തിവിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദേശം അത് രാഷ്ട്രീയപരമെന്ന് പറയാനാകില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലേക്ക് സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. പക്ഷേ തൽക്കാലം നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. ആ സന്ദേശം നൽകിയതിൽ എതിരെയുള്ള ഹർജിക്കാരുടെ ചില കാര്യങ്ങളിലുള്ള എതിർവാദമാണ് സർക്കാർ ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു, എന്താണ് സർക്കാരിന്റെ നിലപാട് ഈ കാര്യത്തിൽ? അനുജ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡാറ്റ ചോർത്തിയിട്ടില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ IT വകുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ചിട്ടുള്ള നിലപാട്. DA കുടിശ്ശിക അനുവദിച്ചതും അതോടൊപ്പം തന്നെ HRA പുനഃസ്ഥാപിച്ചതുമാണ് ജീവനക്കാരെ അറിയിച്ചത്. ഈ സർക്കാർ ജീവനക്കാർ നൽകിയിട്ടുള്ള സേവനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദരവാണ് സന്ദേശം. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നുമില്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്നല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഈ ഓഫീസ് ഡാറ്റ ചോർത്തി എന്ന വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലനിൽക്കുന്നില്ല, ജീവനക്കാരുടെ വിവരങ്ങൾ മൂന്നാമതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറിയിട്ടില്ല എന്നും നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSTM ഒരുക്കിയ വാട്സാപ്പ് പ്ലാറ്റ്ഫോമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദേശം ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവിന്റെ ഹെഡാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരടിലേക്ക് മാത്രം മുഖ്യമന്ത്രിയെ വലിച്ചു കെട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് നിലവിൽ ഈ സ്പാർക്കിലെ വിവരം ചോർന്നു തുടങ്ങിയ മുന്നോട്ട് വെച്ചുള്ള ഹർജി നിലനിൽക്കില്ല എന്നുള്ളതാണ് സർക്കാർ വാദം. അതാണ്, ആരുടെയും വ്യക്തിവിവരങ്ങൾ ചോർത്തിയിട്ടില്ല, രാഷ്ട്രീയമായി ഒരു തീരുമാനമല്ല കൈക്കൊണ്ടിട്ടുള്ളത്, രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ എന്നൊക്കെയുള്ളത് വിശദമായി തന്നെ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സഭാ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്നും ശുപാർശകൾ നടപ്പിലാക്കണമെന്നുമാണ് സഭകളുടെ ആവശ്യം. നാളെ തിരുവനന്തപുരത്ത് 4 മണിക്കാണ് മുഖ്യമന്ത്രിയുമായി സഭാ നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.